കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിൽ വരുന്ന ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ 8 പാർട്ടുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒമ്പതാമത്തെ ലക്കത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലക്കത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ ലക്കത്തിൽ നമ്മൾ അതിൻ്റെ ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തെല്ലാം, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതായത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്, നേട്ടങ്ങളും പോരായ്മകളും, അല്ലെങ്കിൽ യൂസസ് ആൻഡ് ഡ്രോബാക്സ്, ഉപയോഗങ്ങളും പ്രയോജനങ്ങളും, ഡ്രോബാക്ക് പോരായ്മകളും. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ എന്നെല്ലാം അറിയപ്പെടാറുണ്ട്. ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും A to Z ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. Okay, then we are going to discuss about the advantages of divisional structure. Divisional structureൻ്റെ advantages, നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഫസ്റ്റ് വൺ, ഓൾറൗണ്ട് മാനേജീരിയൽ ഡെവലപ്മെൻറ്റ്. ഓൾറൗണ്ട് മാനേജീരിയൽ ഡെവലപ്മെൻറ്റ്, മൊത്തത്തിലുള്ള ഒരു മാനേജീരിയൽ ഡെവലപ്മെൻറ്റ്, വികസനം സാധ്യമാവുന്നു. എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വാരിയഡ് സ്കിൽസ് ഇൻ എ ഡിവിഷണൽ ഹെഡ്. അതായത് ഒരു ഡിവിഷൻ, ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡിവിഷനിൽ തന്നെ വ്യത്യസ്ത ഫംഗ്ഷനുകൾ നടക്കുന്നതിനാൽ ആ ഡിവിഷണൽ ഹെഡുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കഴിവുകളിൽ ഒരു വികസനം നടക്കുന്നു. പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ് എക്സെട്ര. ആൻഡ് ദിസ് പ്രിപ്പയേഴ്സ് ഹിം ഫോർ എ ഹയർ പൊസിഷൻ. അതിലൂടെ അതുമായി ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ആ ഡിവിഷണൽ ഹെഡിന് ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായ സ്കില്ലും നോളജൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അദ്ദേഹത്തെ ഒരു ഹയർ പൊസിഷന് വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നു. ഇത് തന്നെ സ്പെഷ്യലൈസേഷൻ ഓഫ് ഡിവിഷണൽ ഹെഡ് എന്നും നമുക്ക് പോയിൻ്റാക്കി പറയാം. അതായത് ഡിവിഷണൽ ഹെഡിനെ സ്പെഷ്യലൈസ്ഡ് ആക്കുന്നു, അതായത് ഡിവിഷണൽ ഹെഡിൻ്റെ വൈദഗ്ധ്യവൽക്കരണം സാധ്യമാക്കുന്നു, വൈദഗ്ധ്യ വികസനം സാധ്യമാക്കുന്നു ഫോർ ഹയർ പൊസിഷൻ എന്നർത്ഥം. സെക്കൻഡ് പോയിൻറ്റ്, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് ഈസി. അതായത് ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിക്കൽ ഈസിയാണ്, എളുപ്പമാണ്. That means divisional heads are accountable or responsible for profits as revenues and costs related to different departments can be easily identified. അതായത് ഓരോ ഡിവിഷൻ്റെയും വരുമാനവും ചെലവും, റവന്യൂ ആൻഡ് കോസ്റ്റ്, അത് കണക്കാക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യപ്പെടുന്നതിനാൽ ഡിവിഷണൽ മേധാവി ഡിവിഷൻ്റെ ലാഭനഷ്ടത്തിന് അക്കൗണ്ടബിളാണ്, ഉത്തരവാദിയായിരിക്കും. അപ്പോൾ ഓരോ ഡിവിഷൻ്റെയും ലാഭനഷ്ട കണക്കുകൾ അവിടെ വെച്ച് തന്നെ ആ ഡിവിഷനിൽ തന്നെയാണത് അത് നമ്മൾ മെഷർ ചെയ്യുന്നതും അതിൻ്റെ പെർഫോമൻസ് കണക്കാക്കുന്നതും. അതുകൊണ്ട് അതിൻ്റെ ലാഭനഷ്ടത്തിന് ആ ഡിവിഷൻ്റെ മേധാവിയാണ് അക്കൗണ്ടബിളായിരിക്കുന്നത്, ബാധ്യതപ്പെട്ടിരിക്കുന്നത്. It also help in fixation of responsibility in cases of poor performances of any ഡിവിഷൻ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിവിഷനിലെ പുവർ പെർഫോമൻസ്, മോശം പെർഫോമൻസിന്, പ്രവർത്തനത്തിന് ആ ഡിവിഷൻ തന്നെയായിരിക്കും ഉത്തരവാദി. അത് ഫിക്സ് ചെയ്യാനും എളുപ്പമാണ്. അതായത് പുവർ പെർഫോമൻസ് ഉള്ള ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും വളരെ ഈസിയാണ് എന്നർത്ഥം. തേർഡ് വൺ, ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ സഹായിക്കുന്നു. ഈച്ച് ഡിവിഷൻ ഫങ്ഷൻസ് ആസ് ആൻ ഓട്ടോണമസ് യൂണിറ്റ്. അതായത് ഓരോ ഡിവിഷനും ഓരോ സ്വാശ്രയ ഘടകം, ഇൻഡിവിജ്വൽ യൂണിറ്റായിട്ട് സ്വാശ്രയ ഘടകങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് പ്രൊമോട്ട്സ്, ഇത് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു ഫോർ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് തീരുമാനമെടുക്കാൻ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിത്തീരുന്നു. ആൻഡ് ഇനീഷ്യേറ്റീവ്നെസ്സും, സ്വമേധയാ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്നതിനും അത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. ഫോർത്ത് വൺ, ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും സഹായിക്കുന്നു, സൗകര്യപ്പെടുത്തുന്നു. ഡിവിഷണൽ സ്ട്രക്ചർ ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ആസ് ന്യൂ ഡിവിഷൻസ് ക്യാൻ ബി ആഡഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇത് എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ, എക്സ്പാൻഷൻ ഗ്രോത്തിന് സഹായിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പുതിയ ഡിവിഷനുകൾ നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള ഡിവിഷനുകളെ അഫക്റ്റ് ചെയ്യാതെ, വിത്തൗട്ട് അഫക്റ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ്, നിലവിലുള്ള പ്രവർത്തനങ്ങളെയും ഡിവിഷനുകളെയും അഫക്റ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പുതിയ ഡിവിഷനുകളും പ്രൊഡക്റ്റ് ഡിവിഷനുകളും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും, കൂട്ടിച്ചേർക്കാൻ പറ്റും. അങ്ങനെ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു, വികസനത്തെ സഹായിക്കുന്നു. ഫിഫ്ത്ത് വൺ, ഈസി കോഓർഡിനേഷൻ. ഏകോപനം എളുപ്പമാക്കുന്നു.
ഏകോപനം എളുപ്പമാകും. കോർഡിനേഷൻ ഈസി ആക്കുന്നു. കോർഡിനേഷൻ ബിക്കം ഈസി. കോർഡിനേഷൻ വളരെ ഈസി ആവുന്നു. ബിക്കോസ് ഓർ ആസ് കാരണം ഓൾ ഫങ്ഷൻസ് റിലേറ്റഡ് ടു എ പ്രൊഡക്റ്റ് ആർ പ്ലേസ്ഡ് ഇൻ വട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഓട്ടോമൊബൈൽ. അപ്പോൾ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എന്താണ് നടപ്പിലാക്കപ്പെടുന്നു, പെർഫോം ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഓട്ടോമൊബൈൽ എന്നുള്ള ആ പ്രൊഡക്റ്റുമായി ആ സെക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാം പ്രൊഡക്ഷൻ ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, ഫൈനാൻസ് ആവട്ടെ, പേഴ്സണൽ ആവട്ടെ, എല്ലാ ഫങ്ഷൻസും അതുമായി ബന്ധപ്പെട്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ഡിവിഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടക്കുന്നതിനാൽ ഏകോപനം എളുപ്പമാകുന്നു, പെട്ടെന്ന് സാധ്യമാകുന്നു. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓർ ഡീമെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് കോൺഫ്ലിക്ട്സ് എമംഗ് ഡിവിഷൻസ്. അതായത് ഡിവിഷനുകൾക്കിടയിൽ ഓർ സെക്ഷനുകൾക്കിടയിൽ തർക്കങ്ങൾക്ക്, സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. കോൺഫ്ലിക്ട്സ് മേ അറൈസ് ബിറ്റ്വീൻ ഡിവിഷൻസ് ഓൺ അലോക്കേഷൻ ഓഫ് ഫണ്ട്സ്. അതായത് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ അതിനെ ചൊല്ലി എന്താണ് ഡിവിഷനുകൾക്കിടയിൽ എന്താണ് സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എ പർട്ടിക്കുലർ ഡിവിഷൻ മേ സീക്ക് ടു മാക്സിമൈസ് ഇറ്റ്സ് ഓൺ റവന്യൂ അറ്റ് ദി കോസ്റ്റ് ഓഫ് അതർ ഡിവിഷൻസ്. മറ്റ് ഡിവിഷനുകളുടെ ചെലവിൽ സ്വന്തം ഡിവിഷൻ്റെ പ്രോഫിറ്റുകൾ, അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ഡിവിഷനുകൾക്കിടയിൽ പരസ്പരം പരിശ്രമം നടക്കാറുണ്ട്, മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, വെരി എക്സ്പെൻസീവ് ഓർ കോസ്റ്റ്ലി. വളരെ ചെലവേറിയ കാര്യമാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്നുള്ളത്. ഈച്ച് ഡിവിഷൻ ഹാസ് ഇറ്റ്സ് ഓൺ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് അതർ ഫങ്ഷൻസ്. അത് നമ്മൾ നേരത്തെ ഉദാഹരണത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതായത് ഓരോ ഡിവിഷനിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അവിടെ തന്നെ നടക്കുകയാണ്. പ്രൊഡക്ഷൻ ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, അഡ്വർടൈസ്മെൻറ്റ് ആവട്ടെ, എല്ലാ പ്രവർത്തനവും അവിടെ തന്നെ നടക്കുകയാണ്. സച്ച് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ്. ഇത്തരത്തിൽ എല്ലാ ഡിവിഷനിലും നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ എല്ലാ ഡിവിഷനിലും നടക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് എല്ലാ ഡിവിഷനിലും, അഡ്വർടൈസ്മെൻറ്റ് എല്ലാ ഡിവിഷനിലും നടക്കുന്നുണ്ട്. എല്ലാം ഒരു കമ്പനിയുടെ തന്നെയാണ്, ഒരു കമ്പനിയിൽ വരുന്ന പ്രൊഡക്ഷനുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിപ്പ് നടക്കുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ എന്നുള്ളത് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത് എല്ലാം എല്ലാ ഡിവിഷനിലും നടക്കുന്നതിനാൽ അതിൻ്റെ ഓരോ പ്രവർത്തനത്തിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു, ആവർത്തനം നടക്കുന്നു. അത് സ്ഥാപനത്തിന് മൊത്തത്തിൽ ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, തേർഡ് ലിമിറ്റേഷൻ ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ, മിസ്യൂസ് ഓഫ് ഓട്ടോണമി. ഓട്ടോണമിയുടെ സ്വയംഭരണാധികാരത്തിൻ്റെ തെറ്റായ ഉപയോഗം. ഡിവിഷണൽ സ്ട്രക്ചർ പ്രൊവൈഡ്സ് ദ മാനേജർ വിത്ത് എക്സസീവ് അതോറിറ്റി റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ഡിവിഷൻ. ഓരോ പ്രത്യേക ഡിവിഷനുമായി ബന്ധപ്പെട്ട അമിതമായ അധികാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട മാനേജർമാർക്ക് ഡിവിഷണൽ സ്ട്രക്ചറിലൂടെ ലഭ്യമാവുന്നു, അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ അധികാരം നൽകുന്നു. ആസ് സച്ച്, അപ്രകാരം തന്നെ എ മാനേജർ ബിക്കംസ് പവർഫുൾ. ഓരോ മാനേജർമാരും അവരുടെ ഡിവിഷനിൽ നിന്നാണ് പവർഫുള്ളായി മാറുന്നു, ശക്തന്മാരായി മാറുന്നു. ആൻഡ് അപ്രകാരം തന്നെ അതുപോലെ തന്നെ മേ മിസ്യൂസ് ഓട്ടോണമി. അവിടെ ആ സ്വയം അധികാരം അവർ തെറ്റായിട്ട് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഇഗ്നോറിങ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. അതായത് സ്ഥാപന താല്പര്യങ്ങളും സ്ഥാപന ലക്ഷ്യങ്ങളും അവഗണിച്ചുകൊണ്ട് അയാളുടെ ആ ബ്രാഞ്ചിലുള്ള ആ ഡിവിഷനിലുള്ള സ്വയംഭരണാധികാരവും പവറുമെല്ലാം തെറ്റായിട്ട് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഫോർത്ത് ലിമിറ്റേഷൻ, നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്. അതായത് ഡിവിഷണൽ സ്ട്രക്ചർ എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ സ്മോൾ ഫേംസ്. അതായത് ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഡിവിഷണൽ സ്ട്രക്ചർ എന്നുള്ളത് അനുയോജ്യമല്ല, സ്യൂട്ടബിൾ അല്ല. ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായി കൊണ്ട് ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ തന്നെ വരുന്ന അടുത്ത ടോപ്പിക്, അതായത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ലക്കത്തിൽ, അതായത് 10ാമത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു.